രക്ഷാപ്രവർത്തനത്തിനിടെ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. കൊട്ടാരക്കര നെടുവത്തൂരിലായിരുന്നു സംഭവം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചത്. കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് കാരണം. അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്തായ ശിവകൃഷ്ണൻ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തായ ശിവകൃഷ്ണനുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അർച്ചന വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയതെന്നാണ് നിഗമനം. അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങി. ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറക്കഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണം. ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമായിരിക്കാം എന്നതും മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്കു വീണത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.